നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഒരു ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇതിൽ ടോപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞ് ബാലൻസ് വന്നിട്ടുള്ള ക്ലോത്താണ്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഈ ക്ലോത്തിൽ സ്ലീവ് ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിരിക്കുന്നത്. ഇതേപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയലുകളിൽ സാധാരണ സ്ലീവിനും കൂടെ ലൈനിങ് വെക്കാറുണ്ട്. ലൈനിങ് വെക്കുമ്പോൾ ലൈനിങ്ങിൽ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തിട്ട് അത് ഈ നല്ല മെറ്റീരിയലിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് സാധാരണയായിട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഇവിടെ ലൈനിങ് ഇല്ലാതെ സ്റ്റിച്ച് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സെൻറ്ററിൽ പോട്ട്ലി ബട്ടൺ വെച്ചിട്ടുള്ള ഒരു സ്ലീവ് ഡിസൈനാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈനിങ് ഇല്ലാത്ത സ്ലീവ് കട്ട് ചെയ്യാൻ ഇതേപോലുള്ള മെറ്റീരിയലിൽ ഡയറക്റ്റ് സ്ലീവ് കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സാധാരണ യൂസ് ചെയ്യാറുള്ളത് സ്ലീവിൻ്റെ പാറ്റേൺ ഞാൻ സാധാരണ ന്യൂസ് പേപ്പറിൽ കട്ട് ചെയ്തെടുത്തു. ഇതേപോലെയുള്ള പാറ്റേൺ കട്ട് ചെയ്തെടുത്ത് ക്ലോത്തിൽ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ടാണ് സ്ലീവ് കട്ട് ചെയ്തെടുക്കുക. ഇതേ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും. സ്റ്റിച്ചിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള തുടക്കക്കാർക്ക് ഇതേപോലെയുള്ള മെറ്റീരിയൽ കിട്ടുമ്പോൾ അതിൽ സ്ലീവ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത്. ഞാനിപ്പോൾ ഈ മെറ്റീരിയൽ ഇതേപോലെ സ്ലീവിൻ്റെ പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഞാൻ ഒരു സ്ലീവിനുള്ള മെറ്റീരിയലാണിത്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ സെൻറ്ററിൽ എനിക്ക് കട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ഇതേപോലെ തേര് വരുന്ന വശമാണ് ഞാൻ മുകളിൽ എടുത്തിരിക്കുന്നത്. 1/2 ഇഞ്ച് എക്സ്ട്രാ ആവശ്യമാണ് മുകളിൽ. ഇവിടെ സെൻറ്ററിൽ പോട്ട്ലി ബട്ടൺ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇതേപോലെ ഇത് ഒരു സ്ലീവിനുള്ള മെറ്റീരിയലാണ്. ഇതേപോലെ നിവർത്തി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് സ്ലീവിൻ്റെ പാറ്റേൺ വെച്ച് കട്ട് ചെയ്തെടുക്കുക. മുകളിൽ ഞാൻ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ്ങിനായിട്ട് വിട്ടിട്ടുണ്ട്. അതിനുശേഷമുള്ള ബാക്കി പാർട്ട് ഇതേ സ്ലീവിൻ്റെ മാർക്കിങ്ങിലൂടെ മാർക്ക് ചെയ്തെടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ക്ലോത്തുകളിൽ സ്ലീവ് മാർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാവുന്നതാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.